ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വാഴ 2. ആ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 2 മണിക്കൂറും 43 മിനിറ്റുമാണ്. ഫസ്റ്റ് ഹാഫ് റിവ്യൂവിൽ സിനിമയ്ക്ക് അത്ര മികച്ച ഒരു പ്രതികരണമല്ല പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിലും വാഴ 2 എന്ന ചിത്രത്തിന് ഏറ്റവും പ്രധാനകരമായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് വാഴ എന്ന ചിത്രം തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടിറങ്ങിയവർക്ക് ഈ ഒരു സിനിമയുടെ ആദ്യ പകുതിയിൽ ലഭിച്ചത് അത്ര മികച്ച ഒരു അനുഭവമൊന്നുമല്ല. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കോമഡി വർക്കൗട്ട് ആയിരിക്കും, ഒരു 70% സിനിമയ്ക്ക് അങ്ങനെ ഒരു വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ഇങ്ങനെ ഒരു സിനിമ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങുമ്പോൾ. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സിനിമയ്ക്ക് ഭേദപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് അവിടെ തുടക്കത്തിൽ കിട്ടിയത്. പിന്നീട് സിനിമയ്ക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെ പോവുകയാണ്. എന്തായാലും സിനിമ ഒരു ആവറേജ് എബോവ് ആവറേജ് ആ റേഞ്ചിലേക്ക് നിൽക്കുന്നത്. എന്താണേലും ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഈ ഒരു സിനിമ ഏറെയും യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഹാഷിറും അതേപോലെ തന്നെ അലൻ, അജിൻ, വിനായക്, വേദ, അൽഫോൺസ് പുത്രൻ, അതുപോലെ വിജയ് ബാബു, അജു വർഗീസ്, ബിജുക്കുട്ടൻ, സുധീഷ് എല്ലാവരും നിറഞ്ഞാടുന്ന ചിത്രമായി മാറുകയാണ്. ഇതിനകത്തിൽ തന്നെ ഏറ്റവും നന്നായി സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്ക് സുധീഷ് തന്നെയെന്ന് പറയാം. അതുപോലെ തന്നെ അജു വർഗീസും ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ തന്നെ, അതായത് സീനിയർ ആക്ടേഴ്സ് എല്ലാം തന്നെ നല്ല ലെവലിലേക്ക് പോകുന്നു. യൂത്തും ഒരു മികച്ച രീതിയിലേക്ക് സിനിമയെ ലിവറേജ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ വാഴ 1 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം എത്തിയില്ല എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു നോട്ടമില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് പോകാവുന്ന രസകരമായ ഒരു ചിത്രമാണ്. ഫസ്റ്റ് ഹാഫ് അത്ര മികച്ചില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് മികച്ച രീതിയിൽ തന്നെ പോവുകയും ഒരു വമ്പൻ വിജയമാകുമെന്ന് ഉറപ്പുള്ള ചിത്രവുമായി മാറുകയാണ് ഈ ഒരു സിനിമ. എന്താണെങ്കിലും നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് വരാം, നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പറയാം. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. ഗ്രീൻ മീഡിയാസ്.